കണക്ക് തീർക്കാനുള്ളവരൊക്കെ എവിടാ? ആണായിട്ട് തന്നെ ഞാൻ വന്നിട്ടുണ്ട്. ഒരുത്തരും ഇല്ല. ഉണ്ണി, ആ മൂപ്പിലാനേം കാണുന്നില്ലല്ലോ. ഓരോജി ഗുരുജിയും കുറെ ശിഷ്യന്മാരും ഒളിച്ചിരിക്കായിരിക്കും എന്നെ പേടിച്ച്. ഉണ്ണേ, നീ വന്നു. നീ അഭിമാനിയ, നീ ആണാണടാ. ചാർലി, നീയൊക്കെ കൊച്ചായി പോയല്ലടാ. ചാർലി അല്ലത്, എന്റെ അനിയനാ. നിന്റെ അനിയനാണല്ലേ? അപ്പൊ നിന്നെ പോലെ വേറൊരു തെണ്ടി. അനാവശ്യം പറയരുത്. ഞാൻ നിന്റെ മുമ്പിൽ തെണ്ടിയിട്ടില്ല. ഇല്ലേ? നീ മറന്നുപോയടാ. ഒരു ജോലിക്ക് വേണ്ടി എന്റെ മുമ്പിൽ കെഞ്ചിയിട്ടില്ലടാ. എന്റെ ഹോട്ടലിലെ സപ്ലയർ ആയിരുന്നില്ലടാ നീ. ആയിരുന്നു, പക്ഷെ ഇന്ന് ഞാനതല്ല. ആയിരുന്നല്ലോ. എന്റെ എച്ചിൽ നിന്നിട്ടല്ലേടാ നീ എന്റെ ഒപ്പത്തിനൊപ്പം നിന്ന് ഇപ്പൊ സംസാരിക്കുന്നത്. സൂക്ഷിച്ച് സംസാരിക്കണം ഗോപു. സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ നീ എന്നെ മൂക്കി കയറ്റുവാടാ പാട്ടി. ഞാനിത് തീരെ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിച്ചതൊന്നും എനിക്ക് കിട്ടിയിട്ടുമില്ല. എന്റെ ഭാര്യ നഷ്ടപ്പെട്ട ശേഷം എനിക്ക് കിട്ടിയ 3 മക്കളാണ് നിങ്ങളെന്ന് ഞാൻ ആശിച്ചു. ചാർലി, ഉണ്ണി, ഗോപു. ഒരു കൊല്ലം കഴിഞ്ഞ് ഇന്ന് കാണുമ്പോൾ നിങ്ങൾ 3 പേരും നേട്ടങ്ങളുടെ കഥ പറഞ്ഞ് കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഉണ്ണിയും ഗോപുവും കെട്ടിപ്പിടിച്ചു. പക്ഷെ അതിങ്ങനെ വേണമായിരുന്നു. പോട്ടെ, സാരമില്ല, നിങ്ങൾ കുട്ടികളല്ലേ. ഇതാരോ ഉണ്ണി? എന്റെ അനീന. ഓ, എന്താ മോന്റെ പേര്? ഇവൻ ഊമയാ കുട്ടിജി. ഓഹോ, വാ മോനെ. ഗോപു നല്ലോണം കുടിച്ചിട്ടുണ്ടല്ലോ. ആരുടെയും കാശ് കൊണ്ടല്ല ഞാൻ കുടിച്ചത്. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊടുത്ത 10,000 രൂപ. എന്നാ പലിശ വല്ലതും വേണോ?
അതും തരാം. ആ, പലിശ. അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഒരു കൊല്ലം കൊണ്ട് എന്തൊക്കെ നേടി, എന്തൊക്കെ സംഭവിച്ചു എന്ന് എന്നോട് പറയാൻ നേരിരുന്നല്ലോ. സുന്ദരിയായ ഭാര്യ, ധാരാളം സ്വത്തുക്കൾ, കാറ്, ബംഗ്ലാവ് എല്ലാം ഞാൻ നേടി. ചാർലി, അവൻ എന്റെ ഹോട്ടലിലെ ശമ്പളക്കാരനായിരുന്നു. ഇവൻ ഇവിടുത്തെ വെയിറ്ററായിരുന്നു. ഉണ്ണി വലിയ അഭിമാനിയ, പൊയ്ക്കളഞ്ഞ് എന്നെ തോൽപ്പിക്കാൻ. എല്ലാവരും പോയി. ഗോപു ഹോട്ടലും ഒക്കെ തുടങ്ങിയോ? തുടങ്ങിയില്ല, വന്നു. ഹോട്ടല് വന്നു, ഹോട്ടല് പൂട്ടി. തൊഴിലാളി മുതലാളി സമരം. ഇപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളു. ആ, ഗോപു പോത്തില്ല. ലവനെയും കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളു. ചാർലിയെ. ചാർലി എവിടെ? എനിക്കറിയില്ല. അവൻ വരില്ല. വന്നാലേ എന്നെ കാണേണ്ടി വരും. കണക്ക് തീർക്കണം ഞങ്ങൾക്ക്. അവന്റെ കഥ ഞാൻ കേട്ടു. ഉണ്ണിക്ക് എന്താ പറയാനുള്ളത്? മടക്കിത്തരാൻ കാശില്ലെന്ന് പറയാനാ ഞാൻ വന്നത്. അവൻ പറഞ്ഞ ശരിയാ. അവന്റെ ഹോട്ടലിൽ വെയിറ്ററായിട്ട് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അവൻ വളരെ മാറിപ്പോയി ഗുരുജി. ക്രൂരമായിട്ട് എന്നോട് പെരുമാറി. ചാർലിക്ക് എല്ലാം അറിയാം. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഒരു ജോലിക്ക് വേണ്ടി ഒരുപാട് സ്ഥലത്തെ അലഞ്ഞു. ഗുരുജി എന്ന രൂപ കയ്യിലുണ്ടായിരുന്നിട്ട് കൂടി പല ദിവസങ്ങളിൽ ഞാൻ പട്ടിണി കിടന്നു. നിവൃത്തിയില്ലാതായപ്പോ നാട്ടിലേക്ക് മടങ്ങി. ആ കാശുകൊണ്ട് പെങ്ങളുടെ കല്യാണമെങ്കിലും നടത്തല്ലോ എന്ന് കരുതിയാണ് ഞാൻ പോയത്. പക്ഷേ അവൾ പോയി ഗുരുജി. അവൾ ആരുടെ കൂടെ ഇറങ്ങിപ്പോയി. അവളെ കുറ്റം പറയാൻ പറ്റില്ല. കല്യാണം കഴിക്കേണ്ട പ്രായമൊക്കെ എന്നേ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അവൾ പോയതോടെ അച്ഛൻ തളർന്നുപോയി. ഒടുവിൽ അച്ഛന്റെ ചികിത്സയും ശവദാഹവും കഴിഞ്ഞപ്പോഴേക്കും ഗുരുജി എന്ന കാശ് മുഴുവൻ തീർന്നുപോയി. അവശേഷിച്ചത് ഊമയായ ഇവനും. ഗുരുജി, എനിക്കൊരു വർഷം കൂടെ സമയം തരണം. എങ്ങനെയെങ്കിലും ആ പണം ഞാൻ തിരിച്ചു തരാം. അന്ന് ഞാൻ നല്ലൊരു കഥയും പറയാം. കഴിഞ്ഞ ഒരു വർഷം എനിക്ക് നേടാൻ കഴിയാതെ പോയ വിജയത്തിന്റെ കഥ. ഞാൻ നിന്നോട് രൂപ ചോദിച്ചില്ലല്ലോ ഉണ്ണി. ഡോണ്ട് ബി സിലി. കം ഓൺ, ഗെറ്റ് അപ്പ്. അവിടെ ഇരിക്കെ. ആർക്കും വേണ്ടാത്ത കുറെ ആദർശങ്ങളുണ്ട് നിന്റെ കയ്യിൽ. ഇപ്പോഴെങ്കിലും നിനക്ക് ഒരു ആത്മധൈര്യം വന്നല്ലോ. ജീവിതത്തിൽ പ്രാക്ടിക്കലായിരിക്കുന്നതാണ് ബുദ്ധി. ഗുരുജി, you are right. ഗുരുജി ഈസ് ഓൾവേസ് റൈറ്റ്. ഗോപു, ഗുരുജി, അതെ, ഈ കത്തും പണവും ഗുരുജി ഏൽപ്പിക്കാൻ പറഞ്ഞു. നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയപ്പെട്ടു? ബെറ്റി എന്നാണ് എൻ്റെ പേര്. ഫോർട്ട് കൊച്ചിയിൽ താമസിക്കുന്നു. വീട്ടിൽ മമ്മിയും ഞാനും മാത്രമേ ഉള്ളൂ. മമ്മിക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഒരു ഓപ്പറേഷൻ അത്യാവശ്യമായി വന്നു. ഓപ്പറേഷന്റെ തലേ ദിവസം
എല്ലാം സഹിച്ചല്ലേ പറ്റൂ മമ്മി. വേളാങ്കണ്ണിയമ്മയ്ക്ക് ഞാൻ നേർന്നിട്ടുണ്ട്. നാളത്തേക്ക് ബ്ലഡ് വേണം. ബ്ലഡ് ബാങ്ക് കിട്ടില്ലേ? റെയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇല്ലെന്നാ പറഞ്ഞത്. ബെറ്റി ഒന്ന് ഡോക്ടറെ കണ്ടു നോക്കൂ. സിസ്റ്ററോട് ഉണ്ടാവല്ലോ. എങ്ങനെയുണ്ട് മമ്മി? ഐ ആം ഓൾ റൈറ്റ്. AB നെഗറ്റീവ് ബ്ലഡ് ഇവിടെ ഇല്ല, റെയർ ഗ്രൂപ്പാണ്. ഒരു മിനിറ്റ്, ഞാനൊന്ന് നോക്കട്ടെ. ചിലപ്പാ എടോ, AB നെഗറ്റീവ് ബ്ലഡ് കുറച്ച് വേണമല്ലോ. വലിയ ബുദ്ധിമുട്ടാ സാർ. പിന്നെ ഒരാളുണ്ട്, വളരെ ദൂരെയാ താമസം. ഒന്ന് സഹായിക്കണം ചേട്ടാ. ഞാനൊന്ന് പോയി നോക്കട്ടെ. ശരി. ദാ, ബാക്കി എന്താണെന്ന് വെച്ചാൽ അങ്ങേർക്ക് കൊടുത്താൽ മതി. ശരി. കുറച്ചു നേരം കിടന്നിട്ട് പോയാൽ മതി. ഓ സാരല്ല. വളരെ താങ്ക്സ്. വലിയ ഉപകാരമായി. എക്സ്ക്യൂസ് മീ. ഞാൻ ഒരുപാട് ചോര വിറ്റിട്ടുണ്ട് വിശന്നപ്പോ. ഇപ്പൊ എനിക്കത്ര വിശപ്പില്ല. തൽക്കാലം കഴിയിരിക്കട്ടെ. എനിക്ക് അമ്മയൊന്ന് കാണാൻ പറ്റുമോ? പിന്നെന്താ, വരൂ. മമ്മി, ബ്ലഡ് തന്ന ആളാ. ഗോഡ് ബ്ലെസ്. മമ്മിക്ക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വലിയ പേടിയാ. പേടിക്കാനൊന്നുമില്ല മമ്മി, എല്ലാം നേരെയാവും. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മമ്മിക്ക് വേണ്ടി കൊടുത്തത് ഉള്ളു തുറന്ന് കുമ്പസരിച്ച രക്തമാണ്. അത് പാഴായി പോവില്ല. മോന്റെ പേരെന്താ? ചാർലി. മമ്മി, നോ മമ്മി, മമ്മി നോ. എന്ത് പറ്റി? എന്താ? എന്റെ ബ്രദറിന്റെ പേരും ചാർലി എന്നായിരുന്നു. ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. മമ്മി, ഞാൻ ചാർലി തന്നെയാ, മമ്മിയുടെ മകൻ ചാർലി. അല്ലെങ്കിൽ എനിക്കിവിടെ വരാനും മമ്മിയെ കാണാനും അവസരം കിട്ടുമായിരുന്നു. Gunman! No! Ball here, ball here! Hot ball! Oh, good ball! Hey! എന്താ വേണ്ടത്? ഇവിടെ ആരുമില്ല. മമ്മിയൊക്കെ ഹോസ്പിറ്റലിലാ. ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത്.
മമ്മിയും ബെറ്റിയും കണ്ടോ? ഹൗ ഇസ് മമ്മി? കുഴപ്പമൊന്നുമില്ല. ഞാനേ മമ്മിയുടെ ഡ്രസ് എടുക്കാൻ വന്നതാ. അങ്കിളിന്റെ പേരെന്താ? ചാർലി. ഐ എം ബ്രിട്ടോ. ഹലോ. ഓ, ഇവിടെ തുണികളൊക്കെ എവിടെയായിരിക്കും എനിക്ക് അറിയില്ലല്ലോ. അങ്കിളിന് എന്തൊക്കെയാ വേണ്ടത്? ബെഡ്ഷീറ്റ് വേണം, മമ്മിയുടെ 2 ഡ്രസ് വേണം, പിന്നെ 2 ടവലും. ഞാൻ എടുത്തുകൊണ്ടുവരാം. ഐ ആം ഗിൽറോയ്. ഹൗ ആർ യു? ഫൈൻ. ഐ എം പിൻസൺ. ഹലോ. ഐ എം റോബർട്ട്. ഐ എം ലോപ്പസ്. ഹലോ. അങ്ങോട്ട് വെക്ക്. ഞാനും വരട്ടെ? ഞാനും വരട്ടെ? അങ്കിൾ ഞാനും വരട്ടെ? ഒരു സൈക്കിളല്ലേ ഉള്ളൂ. അങ്കിള് വേറെ ദിവസം വന്ന് എല്ലാരും ഒരുമിച്ച് കൊണ്ടുപോവാ. ഓക്കെ? ബൈ. അങ്കിൾ, ഇത് മമ്മിക്ക് കൊടുക്കണം. അങ്കിൾ, ഇതും കൊടുക്കണം. ഇതും കൊടുക്കണം. അങ്കിൾ, മമ്മിക്ക് കൊടുക്കണം. ഇതാണ് ഇത്ര വലിയ ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞത്. രോഗിയെ നോക്കാൻ നിൽക്കുന്ന ആള് കൊള്ളാം. അതല്ല, മമ്മിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്. ആഹാരം ഒന്നും കഴിക്കുന്നില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ അങ്ങനെയൊക്കെയാ. ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു. 2 ദിവസം കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോവാന്നാ പറഞ്ഞത്.